മെസ്സി വരും, കേരളം കാണും. 126 കോടിയുടെ വാഗ്ദാനവും തിരിമറിയും. ഒരു ഭരണകൂട തട്ടിപ്പിന്റെ പോസ്റ്റ്മോർട്ടം. ലോക ഫുട്ബോളിലെ ഇതിഹാസ താരം ലയണൽ മെസ്സിയെയും അർജന്റീന ദേശീയ ടീമിനെയും കേരളത്തിലെത്തിക്കുമെന്ന ആകർഷകമായ പ്രഖ്യാപനം ഒടുവിൽ സംസ്ഥാന കായിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക തിരിമറികളിലൊന്നായി അവസാനിച്ചിരിക്കുകയാണ്. കായിക പ്രേമികളുടെയും പൊതുജനങ്ങളുടെയും വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നടത്തിയ ഈ പ്രചാരണത്തിന് പിന്നിൽ നടന്നത് കോടികളുടെ കൊള്ളയാണെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ 1.5 കോടി $, അതായത് ഏകദേശം 126 കോടി രൂപ കൈമാറിയെന്ന് അവകാശപ്പെടുമ്പോഴും പണം എങ്ങോട്ട് പോയി എന്നതിനോ കരാർ ഒപ്പുവെച്ചതിനോ യാതൊരു രേഖയുമില്ല എന്നത് ഭരണ സംവിധാനത്തിന്റെ ഗുരുതര വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഏതൊരു ഔദ്യോഗിക പദ്ധതിക്കും സുതാര്യമായ ഭരണ നടപടിക്രമങ്ങളും ടെൻഡർ വിളിക്കലും അത്യന്താപേക്ഷിതമാണ്. എന്നാൽ മെസ്സി വിഷയത്തിൽ വിദേശ ഏജൻസികളുമായോ സ്പോൺസർമാരുമായോ ഇടപെടുമ്പോൾ യാതൊരു മാനദണ്ഡവും പാലിച്ചിട്ടില്ല. 2023 ജൂലൈയിൽ കളമശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന കമ്പനിയാണ് സഹായം വാഗ്ദാനം ചെയ്ത് സർക്കാരിന് കത്തയക്കുന്നത്. എന്നാൽ കത്തയക്കുന്നതിന് വെറും 20 ദിവസം മുമ്പ് മാത്രം രജിസ്റ്റർ ചെയ്ത വെറും 1 ലക്ഷം രൂപ മാത്രം മൂലധനമുള്ള ഒരു ഷെൽ കമ്പനിയെ വിശ്വസിച്ചാണ് സർക്കാർ മുന്നോട്ട് പോയത്. പിന്നീട് സ്പോൺസറായി എത്തിയ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കും ഇതേ മേൽവിലാസമായിരുന്നു എന്നത് തട്ടിപ്പിന്റെ ആസൂത്രണ വ്യാപ്തി വ്യക്തമാക്കുന്നു. സുതാര്യമായ ടെൻഡർ പ്രക്രിയകളില്ലാതെ ഏകപക്ഷീയമായി സ്പോൺസറെ നിശ്ചയിച്ചതും സാമ്പത്തിക തിരിമറികൾക്ക് അമേരിക്കയിൽ അന്വേഷണം നേരിടുന്ന ഏജൻസി വഴി പണമിടപാടുകൾ നടത്താൻ കേന്ദ്ര അനുമതി തേടിയതും അഴിമതിയുടെ ആഴം കൂട്ടുന്നു. പൊതുജനങ്ങളെ പൂർണ്ണമായി ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് മുൻ കായിക മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്പെയിനിലേക്ക് നടത്തിയ 9 ദിവസത്തെ വിദേശ പര്യടനവും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി ക്ഷണിച്ചതിന്റെ യാതൊരു രേഖകളുമില്ലാതെയാണ് മന്ത്രിയും സംഘവും വിദേശയാത്ര നടത്തിയത്. സ്പെയിനിൽ വെച്ച് ആരെയൊക്കെ കണ്ടു എന്നതിനോ എന്തൊക്കെ ചർച്ചകൾ നടന്നുവെന്നതിനോ കായിക വകുപ്പിന്റെ പക്കൽ യാതൊരു തെളിവുമില്ല. അർജന്റീന ടീമിൽ നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കുന്നതിന് മുൻപ് തന്നെ കൊച്ചിയിൽ പ്രദർശന മത്സരം നടക്കുമെന്ന് പരസ്യ പ്രഖ്യാപനം നടത്തുകയും കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് കത്തയക്കുകയും ചെയ്തത് ഭരണകൂടത്തിന്റെ അപക്വമായ നിലപാടാണ് വ്യക്തമാക്കുന്നത്. 126 കോടിയുടെ കണക്കില്ലാത്ത ഇടപാടിൽ 22.68 കോടി രൂപ സേവന നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് GST വകുപ്പ് സമൻസ് അയച്ചതോടെ സംഭവം സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ തലത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണ്യവിനിമയ ചട്ടലംഘനം തുടങ്ങിയ ഗുരുതര നിയമലംഘനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ജനങ്ങളുടെ ആവേശത്തെയും നികുതി പണത്തെയും ഒരുപോലെ അപമാനിച്ച ഈ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണവും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും അത്യന്താപേക്ഷിതമാണ്. കായിക മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിന് പകരം തട്ടിപ്പുകാർക്ക് കളമൊരുക്കി കൊടുത്ത മുൻ സംസ്ഥാന സർക്കാരും അന്നത്തെ കായിക മന്ത്രിയും ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ മതിയാകൂ. കേവലം അന്വേഷണ റിപ്പോർട്ടുകളിൽ ഒതുക്കാതെ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്.